മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വി എൻ വാസവനും വീണ്ടും മത്സരത്തിലുണ്ട്. ഇതടക്കം ഉള്ള ചില മന്ത്രിമാർ മത്സരരംഗത്ത് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. CPIയുടെ മന്ത്രിമാരെല്ലാം മത്സരിക്കുന്നു. CPMന്റെ ഭാഗത്തു നിന്നും മന്ത്രിമാരിൽ ഭൂരിഭാഗവും മത്സരിക്കുന്നു. ഇപ്പോൾ MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, കോഴിക്കോട് ജില്ല ആത്മവിശ്വാസത്തോടുകൂടി CPMന് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ കാര്യമായി നേരിടാൻ സാധിക്കില്ല. കാരണം പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവർക്ക് പ്രതികൂലമായിരുന്നു. ബേപ്പൂരിലടക്കം വലിയ മത്സരം കാഴ്ചവെക്കാൻ UDF കച്ചകെട്ടി ഇറങ്ങിയ പശ്ചാത്തലമുണ്ട്. ചില മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ് കോഴിക്കോട് ജില്ലയിലെ പൊതുവായ ഒരു സാഹചര്യം, പശ്ചാത്തലം? ഇത്തവണ മത്സരം കടുക്കും അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും മലബാർ മേഖലയിലെ 60 സീറ്റുകൾ അതിൽ ഗണ്യമായ പങ്ക് നേടിയാൽ മാത്രമേ ഭരണം നേടാൻ കഴിയൂ എന്ന് CPMന് അറിയാം. നമുക്കറിയാം, മലബാറിലെ പ്രധാന കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ വലിയ നേട്ടം സാധാരണഗതിയിൽ CPM ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFനും മലപ്പുറം ഒഴിച്ചുള്ള മറ്റിടങ്ങളിൽ കാര്യമായ നേട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു പുതിയ ഭരണ സംവിധാനത്തിലേക്ക് കോൺഗ്രസിന് നീങ്ങണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലടക്കം വലിയ അട്ടിമറികൾ വരുത്തേണ്ടി വരും. 2001 ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു MLA ഉണ്ടായിരുന്നത്. അന്തരിച്ച അഡ്വക്കേറ്റ് പി ശങ്കരൻ കൊയിലാണ്ടിയിൽ നിന്നും സുജനപാൽ കോഴിക്കോട് 1 മണ്ഡലത്തിൽ നിന്നും ജയിച്ചതാണ്. ഇതിനുശേഷം ഒറ്റ MLA പോലും നിയമസഭയിലേക്ക് പറഞ്ഞുവിടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം വലിയ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ കഴിഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഗണ്യമായ പങ്കിലും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആത്മവിശ്വാസത്തിന്റെ ഒരു വലിയ കോട്ട കെട്ടിയാണ് UDF തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. മണ്ഡലത്തിലെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ നേരത്തെ തന്നെ കച്ചകെട്ടി നിലമ്പൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് PV അൻവർ എത്തിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി ആര് എന്നതല്ല, രാഷ്ട്രീയമായ പോരാട്ടമാണ് താൻ നടത്തുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന രീതിയിലൊരു ഗ്ലാമർ പോരാട്ടം മാത്രമേ ബേപ്പൂരിലും നടക്കുന്നുള്ളൂ എന്നാണ് അല്പസമയം മുമ്പ് PA മുഹമ്മദ് റിയാസ് നമ്മോട് പറഞ്ഞത്. എന്തായാലും സിറ്റിംഗ് MLA-മാരെ എല്ലാം ഇത്തവണയും കളത്തിലിറക്കുന്നുണ്ട്. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ മത്സരിക്കും. ഒപ്പം കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീലയായിരുന്നു MLA. അവർ അന്തരിച്ച ഒഴിവിലേക്ക് ഇത്തവണ K ദാസൻ, മുമ്പ് കൊയിലാണ്ടിയിൽ MLA ആയിരുന്ന അദ്ദേഹത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. യുവ നേതാക്കളായ സച്ചിൻ ദേവ് ബാലുശ്ശേരിയിലും ലിൻഡോ ജോസഫ് തിരുവമ്പാടിയിലും മത്സരരംഗത്ത് തുടങ്ങുന്നുണ്ട്. കൊടുവള്ളിയിൽ കുന്നമംഗലത്ത് സ്വതന്ത്രനായ PT റഹീം കളത്തിലിറങ്ങുന്നു. മറ്റ് ചില ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട സീറ്റുകളിലാണ് ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത്. അതിലേറ്റവും പ്രധാനം കൊടുവള്ളിയാണ്. കഴിഞ്ഞ തവണ കാരാട്ട് റസാഖാണ് അവിടെ മത്സരിച്ചെങ്കിൽ മറ്റ് ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ കൊടുവള്ളി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം വടകര സീറ്റ് RJDക്ക് നൽകിയിരിക്കുന്ന സീറ്റാണ്. RJDയിലെ ചർച്ചകൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടില്ല. എലത്തൂരിൽ NCP വിജയിച്ചിരുവ എന്ന സീറ്റാണ്. AK ശശീന്ദ്രൻ മന്ത്രിയാണ് അവിടെ നിന്നും ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് ഉള്ളത്. എന്തായാലും അവിടെ NCPയിലെ ചില തർക്കങ്ങളും ചർച്ചകളുമൊക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടില്ല. കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് അവർകോവിൽ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം അവരുടെ പാർട്ടി തന്നെ നടത്തും. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ വളരെ നേരത്തെ തന്നെ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കുകയും സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് ആളുകളെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്ന് തന്നെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലായിടത്തും റോഡ് ഷോകളടക്കം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ വലിയ പോരാട്ടമുണ്ട്. വടക്കൻ കേരളത്തിലും ഇത്തവണ ശക്തമായ പോരാട്ടം UDF കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെയാണ് ഇതിനുള്ള ആത്മവിശ്വാസം UDFന് നൽകുന്നത്. ഏതായാലും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയും 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.